Let's start the class, okay? Are you ready? Okay, in last class, we discussed about skip counting. What is skip counting? Counting of numbers, skipping one or two or many numbers. നമ്മള് ഇടയ്ക്ക് നമ്പർ വിട്ട് കളഞ്ഞിട്ട് നമ്പർ കൗണ്ട് ചെയ്യുന്നതിന് സ്കിപ്പ് കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, then do you know what is number line? Number line എന്താണെന്നറിയോ? Yes or no? What is number line? എന്താമെന്ന സന്ധ്യാശ്രേണി. numbers അല്ലേ? കൗണ്ട് ചെയ്യുന്ന നമ്പേഴ്സ് എഴുതി വെച്ചാല് അതിനെയാണ് നമ്പർ ലൈൻ എന്ന് പറയുന്നത്. You can see a number line in your text page number 63. Take page number 63. At the bottom of the page, you can see a number line. There is a line in pink color. Can you see that? And there are markings in equal width. Equal distance markings കൊടുത്തിട്ടുണ്ടല്ലേ? ആ ഓരോ മാർക്കിങ്സിലും ഓരോ നമ്പർ എഴുതിയിട്ടുണ്ട്. കണ്ടോ? 0, 1, 2, 3, 4, 5 up to 20. Up to 20 number line കണ്ടോ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതില് 2ന്റെ മൾട്ടിപ്പിൾസിനൊക്കെ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? 2, 4, 6, 8, 10, 12, 14, 16, 18, 20. These are multiples of 2. 2ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ? ആണല്ലോ? Yes or no? Yes. Okay. Then when we count these numbers, it is called as skip counting by 2. നമ്മൾ 2ന്റെ മൾട്ടിപ്പിൾസ് കണ്ടിന്യൂസ് ആയിട്ട് കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ? സ്കിപ്പ് കൗണ്ടിങ് ബൈ 2. Why? What is the reason? We are moving 2 numbers. We are moving 2 numbers. First one is 0. Then second number is 1. Then next comes 2. 0 കഴിഞ്ഞിട്ട് ഒന്നാമത് വരുന്ന നമ്പർ 1, രണ്ടാമത് വരുന്ന നമ്പറിലെ 2 അല്ലേ? Then 2 കഴിഞ്ഞിട്ട് ഒന്നാമത് വരുന്ന നമ്പർ 3, രണ്ടാമത് വരുന്ന നമ്പർ 4. അങ്ങനെ നമ്മൾ ഓരോ നമ്പറിന് ശേഷം രണ്ടാമത് വരുന്ന നമ്പർ മാത്രം കൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്കിപ്പ് കൗണ്ടിങ് ബൈ 2 എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? യെസ്, മനസ്സിലായവർ കൈവന്നിച്ചേ. ഓക്കെ, അപ്പോ സ്കിപ്പ് കൗണ്ടിങ് ബൈ 2 എന്ന് പറഞ്ഞാല് നമ്മള് ഓരോ ഡിജിറ്റ് ഓരോ നമ്പറിന് ശേഷം രണ്ടാമത്തെ നമ്പർ വീതം കൗണ്ട് ചെയ്യുന്നതിനാണ് സ്കിപ്പ് കൗണ്ടിങ് ബൈ 2 എന്ന് പറയുന്നത്. ആ നമ്പർ ലൈൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഫസ്റ്റ് ഇപ്പൊ 2 വെച്ചു, അപ്പൊ നമ്മൾ നെക്സ്റ്റ് നമ്പർ എങ്ങനെ പറയും? 2 + 2 4. അതിനടുത്ത് നെക്സ്റ്റ് നമ്പർ 4 + 2 6. അപ്പൊ നമ്മൾ ഏത് നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്താലും സ്കിപ്പ് കൗണ്ടിങ് വെച്ച് ചെയ്യാൻ പറഞ്ഞാല് എത്രയാണോ സ്കിപ്പ് കൗണ്ടിങ് ചെയ്യേണ്ടത് ആ നമ്പർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. മനസ്സിലായോ?
ഇപ്പൊ skip counting by threes ആണെങ്കിലോ first 0, start from 0. Then 0 plus 3, 3. After that 3 plus 3, 6. Then 6 plus 3, 9. അങ്ങനെ നമ്മൾ 3s ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ നമുക്ക് skip counting by 3s കിട്ടും. skip counting by 5s ആണെങ്കിലോ 5 skip counting ആണെങ്കിൽ first start from 0, then 0 plus 5, 5. Then after that 5 plus 5, 10. 10 is the next number. Then 10 plus 5, 15. നമ്മൾ ഏത് നമ്പറിനെയാണോ സ്കിപ്പ് കൗണ്ട് ചെയ്യുന്നത് ആ നമ്പർ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നെക്സ്റ്റ് നമ്പർ കിട്ടും. Okay, take the next page. You can see skip counting by 3, skip counting by 5, skip counting by 10 in a number line. Page number 64 നിങ്ങൾക്ക് 3ന്റെയും 5ന്റെയും 10ന്റെയും skip counting കാണാൻ പറ്റും. Did you see that? Yes or no? Yes. What is skip counting by 3s? Which are the numbers? 3, 6, 9, 12, 15, 18. When we take numbers up to 20, these are the numbers in skip counting by 3s. നമ്മൾ 20 വരെയുള്ള നമ്പേഴ്സ് എടുത്താൽ ഏതൊക്കെയാ skip counting by 3s വരുന്നത്? ഏതൊക്കെ നമ്പറാ? 3, 6, 9, 12, 15 and 18. ഇനി 20 വരെയുള്ള നമ്പേഴ്സ് എടുക്കുമ്പോൾ skip counting by 5s ആണെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സ് വരും? Just look at the number line 5, 10, 15, 20. ഇതാണ് നമ്പേഴ്സ് അല്ലേ വരുന്നത്? Yes or no? You got it? You got the idea? Yes, okay. Then skip counting by 10. നമ്മൾ 10ന്റെ skip counting ചെയ്യുന്നുണ്ടെങ്കിൽ 10, 20. Then next number ഏതായിരിക്കും? 20 കഴിഞ്ഞിട്ട് 20 plus 10, 30. Then 30 plus 10, next number 40. Okay. You can see exercise 1.5 here. കോളത്തിൽ 90 വരെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? പേജ് നമ്പർ 64 90 വരെയുള്ള നമ്പേഴ്സ് കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതില് skip count by 2, start with 2. 90 വരെയുള്ള നമ്പേഴ്സിന്റെ skip count ഏതൊക്കെ നമ്പേഴ്സ് വരുന്നതെന്ന് റൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇപ്പോ അവിടെ 2 വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 2, 4, 6 റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്പർ 90 വരെ നിങ്ങൾ അതിൽ 2ന്റെ skip count റൗണ്ട് ചെയ്തേ വിത്ത് യുവർ പെൻസിൽ. I think almost all of you finished writing. Then I'm going to read the numbers that comes under, okay, Alan finished, comes under skip count by 2s. Mr. വായിക്കാട്ടോ ഏതൊക്കെ നമ്പേഴ്സ് സർക്കിൾ ചെയ്യേണ്ടത് അതന്നെയാണ് ചെയ്തത് നോക്കണേ. ഫസ്റ്റ് 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24, 26, 28, 30, 32, 34, 36, 38, 40,
42, 44, 46, 48, 50, 52, 54, 56, 58, 60, 62, 64, 66, 68, 70, 72, 74, 76, 78, 80, 82, 84, 86, 88, and last 90. ആർക്കൊക്കെ ഫുള്ള് ശരിയായ കൈകൊണ്ടിച്ചേ? ഫുള്ള് ശരിയാക്കിയവർ കൈകൊണ്ടിച്ചേ? Okay, very good. Very good, very good. Then next 3 questions. Next 3 questions in page number 65 are for your homework. Page number 65 കണ്ടോ? ഇതേപോലെ 90 വരെയുള്ള numbers skip count by 3. First one. Start with 3. 3ന്റെ skip countന്റെ ഏതൊക്കെ numbers വരുന്നതെന്ന് റൗണ്ട് ചെയ്യാം. Okay. Next second one, skip count by 5. 5ന്റെ skip count ചെയ്യുമ്പോൾ ഏതൊക്കെ numbers വരുന്നതെന്ന് റൗണ്ട് ചെയ്യാം. Next, skip count by 10. 10ന്റെ skip count ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ numbers വരുന്നതെന്ന് റൗണ്ട് ചെയ്യാം. എന്നിട്ട് ടെക്സ്റ്റ് തന്നെ ചെയ്താൽ മതി, നോട്ടിൽ എഴുതണ്ട. ഓക്കെ, ഈ പേജിന്റെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാം. ഇന്ന് തന്നെ ചെയ്യണേ. Do your homework today itself, okay? Don't do it now. Don't do it now. Okay, let's move on to the next topic. Skip count എല്ലാവർക്കും മനസ്സിലായില്ലേ? Skip count മനസ്സിലായോ? Yes or no? Yes. Then next topic is odd numbers and even numbers. Odd numbers and even numbers. Do you know what is odd number and even number? എന്താ odd number ഉം even number ഉം അറിയോ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? odd number എന്താ, even number എന്താ? ഒറ്റ സംഖ്യ, ഇരട്ട സംഖ്യ എന്ന് കേട്ടിട്ടുണ്ടോ? All of you listen. What is odd numbers and even numbers? If anybody can answer me. Arjun Maria. What is odd number and even number? 1, 3, 5, 5, 7, 7, 9, 9, 11, 11, 30, 13, 50, 15, 17, 17, 90. 90. Odd numbers. Yes? Even numbers. 2, 4, 4, 6, 6, 8, 8, 10. 10. 10. Okay, these are even numbers and first one are odd numbers. Amanna, what are even numbers and odd numbers? Amanna, Rajesh. ഒറ്റ സംഖ്യയും ഇരട്ട സംഖ്യയും. ഒറ്റ സംഖ്യയും ഇരട്ട സംഖ്യയും. ഇതെങ്ങനെ
2, 4, 6. 2, 4, 6. Even numbers. Yes. 2, 4, 6. 8, 10. Even numbers. 1, 3, 5, 7, 9. Odd numbers. Okay. So, numbers even numbers കൊടുത്തിട്ടുണ്ട് അല്ലേ? അത് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞത് മനസ്സിലായി. ഓൾ നമ്പേഴ്സ് എന്ന് വെച്ചാല് നമ്മളെ നമ്പർ എഴുതുമ്പോ ലാസ്റ്റ് വരുന്ന ഡിജിറ്റ് ഇല്ലേ? ഇപ്പൊ 1 ഡിജിറ്റ് 2 ഡിജിറ്റ് നമ്പേഴ്സിൽ ലാസ്റ്റ് വരുന്ന ഡിജിറ്റ് ഇല്ലേ? ആ ഡിജിറ്റ് 1 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ ഏതാ 9. ഇത്രയും നമ്പർ ആണ് ഈ ലാസ്റ്റ് ഡിജിറ്റ് വരുന്നെങ്കിൽ they are called odd numbers. Okay, all of you take your book, take your notebook and write this on your notebook. Odd numbers. What are odd numbers? What are odd numbers? Numbers having 1, 3, 5, 6 or 9 and the one place is known as odd numbers. Write this in your notebook. Numbers having 1 or 3 or 5, 7 or 9 in the ones place is known as odd numbers. Numbers having 1, 3, 5, 7 or 9 in the ones place is known as odd numbers. Example, one, 3, 5, 7, 9, 11, 13, 15, 17, 19, 21, 23, 25, etc. These are
Examples of whole numbers 1, 3, 5, 7, 9, 11, 13, 15, 17, 19, 21, 23, 25, right, 27, 29, etc. Finish writing. Write down the examples. Wait. Examples 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24, 26, 28, 30, etc. Whole numbers എന്ന് പറഞ്ഞാല് ശ്രദ്ധിച്ചേ, ഈ ലാസ്റ്റ് വരുന്ന ഡിജിറ്റ് ഇല്ലേ, ഈ 2 ഡിജിറ്റ് നമ്പേഴ്സില് കണ്ടോ, ലാസ്റ്റ് വരുന്ന ഡിജിറ്റ് ഏതൊക്കെയാ വരുന്നത്? 1, 3, 5, 7, 9. അഗെയിൻ വരുന്നു 1, 3, 5, 7, 9. അപ്പൊ വൺസിന്റെ പ്ലേസിൽ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? 4 നമ്പേഴ്സിൽ ഒന്നുകിൽ 1, അല്ലെങ്കിൽ 3, അല്ലെങ്കിൽ 5, അല്ലെങ്കിൽ 7, അല്ലെങ്കിൽ 9. ഇത്രയും നമ്പറിൽ ഏതെങ്കിലും ഒന്നാണ് വൺസിന്റെ പ്ലേസിൽ വരുന്നുണ്ടെങ്കിൽ അത് ഓൾ നമ്പർ ആയിരിക്കും. ഓക്കെ, ഇനി എന്താ ഈവൻ നമ്പർ? ഈവൻ നമ്പർ എന്ന് പറഞ്ഞാല് ഇതേപോലെ ഈ 2 ഡിജിറ്റ് നമ്പേഴ്സില് 2 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ 0 ഇത്രയും നമ്പർ ആണ് വൺസിന്റെ പ്ലേസിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ നമ്പേഴ്സിനെ നമ്മൾ എന്ത് പറയും? ഈവൻ നമ്പേഴ്സ്. ഏതൊരു നമ്പർ എടുത്ത് നോക്കിയാലും അതിന്റെ വൺസിന്റെ പ്ലേസിൽ 2, 4, 6, 8 അല്ലെങ്കിൽ 0 ഈ നമ്പേഴ്സ് ആ വരുന്നുണ്ടെങ്കിൽ അതിന് എന്ത് പറയും? ഈവൻ നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ ഓൾ നമ്പറും ഈവൻ നമ്പറും മനസ്സിലായോ? യെസ് ഓർ നോ? യെസ്. നിങ്ങൾ ടെക്സ്റ്റിൽ ഒരു എക്സസൈസ് കൊടുത്തിട്ടുണ്ട്, പേജ് നമ്പർ 66. പേജ് നമ്പർ 66. അല്ലെങ്കിൽ വേണ്ട, ഹോംവർക്ക് ഇന്ന് തന്നതല്ലേ. ആ എക്സസൈസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, ഹോംവർക്ക് നേരത്തെ തന്നിട്ടില്ലേ?
skip counting ചെയ്യാൻ തന്നിട്ടില്ലേ? So let's do this exercise in the next class. Okay? Okay, it's time to wind up the class now. We have only 1 minute more. If anybody have any doubt? No. Okay, I will send you the note in the WhatsApp group. Then see you in the next class. Bye.